ഹേ ഗായ്സ്, ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, സമയം കിട്ടുന്നില്ല. നമ്മുടെ ഇടവക പള്ളിയിലെ പെരുന്നാളായിരുന്നു കഴിഞ്ഞ സൺഡേ. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ കൂടിയായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ഒന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു. മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഇതാണ്, പക്ഷേ പപ്പയും മമ്മിയും മാത്രമാണെങ്കിൽ പിന്നെ അങ്ങനെ ഇല്ലല്ലോ. നമ്മളെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ അവർ കയറി കുക്ക് ചെയ്തു. പപ്പയാണ് ഇന്നത്തെ മെയിൻ കുക്ക് കേട്ടോ. പപ്പ അങ്ങനെ എല്ലാ ദിവസവും കയറുന്ന ആളല്ല. ഇങ്ങനെ എല്ലാവരെയും ഒക്കെ കാണുമ്പോൾ ആൾ കയറി കുക്ക് ചെയ്യും. പിന്നെ ബാക്കി കട്ടിങ്ങും ക്ലീനിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും മമ്മിയാണ് എല്ലാം എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. കുക്ക് മാത്രം പപ്പയായിരിക്കും. അങ്ങനെ നല്ല നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീൻസ്. സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ABCD അറിയത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ഇത് കണ്ട് പറയുന്നതേ ഉള്ളൂ. പപ്പയും മമ്മിയൊക്കെ പിന്നെ അവരൊക്കെ ഇതിനകത്തൊക്കെ സ്പെഷ്യൽ. അവർ ഇങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ അവർ ഉണ്ടാക്കും. പിന്നെ ഈ പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ, അച്ചച്ചൻ്റെ സിസ്റ്ററുണ്ട്, മാളു ചേച്ചി. പുള്ളിക്കാരി കിടിലൻ കുക്കാട്ടോ. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഫുഡ്സൊക്കെ ഉണ്ടാക്കാൻ ആൾ ഭയങ്കര എക്സ്പേർട്ടാണ്. അങ്ങനെ ഇതിനകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ച റൈസൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ലെയറായിട്ട് അവർ ഇടുന്നുണ്ട്. റൈസ് ഇടും, പിന്നെ മറ്റേ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതിടും, ബീൻസ് ഇടും, പൈനാപ്പിൾ ഇടും. അങ്ങനെ ലെയർ ബൈ ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇതിൻ്റെ മണമൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊതി വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആയായിരുന്നെങ്കിൽ കഴിക്കാം, അങ്ങനെ ഒരു ഫീലായിരുന്നു. ഞാനിപ്പോൾ പറയുന്നെങ്കിലും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട്. നമ്മൾ അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും വീട്ടിൽ വെക്കുമ്പം നമുക്ക് കഴിക്കാനൊരു സുഖമാണല്ലോ. പിന്നെ അതേ നെയ്യൊക്കെ ഇട്ട്, പിന്നെ ഞാനാട്ടോ മല്ലിയില ഇടുന്നത്. ചുമ്മാതെ വീഡിയോ എടുത്തുകൊണ്ട് വെക്കണ്ടല്ലോ, ഒരു കൈ നമ്മുടെയും കൂടെ വേണമല്ലോ, പറയാമല്ലോ പേരിന്. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ ലാസ്റ്റ് സെറ്റ് ചെയ്തെടുത്തപ്പോഴേക്ക്. അങ്ങനെ നമുക്കിനി കഴിക്കാനുള്ള പ്രിപ്പറേഷൻസാണ്. ചിക്കൻ കറി ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി ആയിരുന്നു. പിന്നെ സാലഡ്. നമ്മളെല്ലാവരും കൂടെ വാഴയിലൊക്കെ വെട്ടി അതിനകത്ത് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കാൻ ഇരുന്നു. ആളെടുക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. രാവിലത്തെ അപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. ആൾക്ക് അത് മതി എന്ന് പറഞ്ഞു, അത് ഇഷ്ടപ്പെട്ട്. നല്ല സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ 2 കുട്ടിപ്പട്ടാളംസ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. മൂത്തവൻ ആളങ്ങനെ കഴിക്കുന്ന ആളല്ല, പക്ഷെ അന്ന് അവനാ കഴിച്ചത്. ഇളവൻ പിന്നെ ഫുഡിയാണ്, നല്ലോണം ആൾ കഴിക്കും. പിന്നെ അന്ന് അത്ര നല്ല മൂഡല്ലായിരുന്നു, അപ്പോൾ അവനെ മടി കയറി ഇരിക്കുക. അങ്ങനെ വീട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ ഓരോ വിശേഷം വരുമ്പോഴൊക്കെ കൂടെ നിൽക്കുമ്പോഴും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ആയാലും അതെ, ഞങ്ങളുടെ കോവിളയിലെ വീട്ടിലായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും അതെ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.